ഹലോ ഗായ്സ്, എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളിതവിടെ സുഖമായിട്ടിരിക്കുന്നു. അങ്ങനെ സൂവിൽ പോകുമ്പോഴാണ് ഇങ്ങനെ കല്യാൺ 99 ഷോപ്പ് കാര്യങ്ങൾ ഉള്ളത് കണ്ടത്. അപ്പോൾ തിരിച്ചു വരുമ്പം ഒന്ന് ജസ്റ്റ് കയറി നോക്കാം, എന്തെങ്കിലും നല്ലത് കിട്ടിയിട്ടുണ്ടെങ്കിൽ വാങ്ങാമല്ലോ വിചാരിച്ചു. പക്ഷെ ഞങ്ങൾ വിചാരിച്ചത് പക്ക ലോക്കലായിരിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് കയറിയത്. പക്ഷെ കയറി നോക്കിയപ്പം നല്ല വേർത്തായി തോന്നി. കാരണം നല്ല പ്രോഡക്റ്റ്, നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് നല്ല ലോ ബഡ്ജറ്റിൽ കിട്ടുമ്പോൾ ഒന്ന് പിന്നെ വാങ്ങണ്ടേ. അങ്ങനെ പിന്നെ ഷാൽക്കാക്ക് അവിടുന്ന് കുറച്ച് പർച്ചേസൊക്കെ കഴിഞ്ഞു. 3 ടീഷർട്ട്, ഒരു ജീന്, അങ്ങനത്തെ ഷാൽക്കാക്കിൻ്റെ ഏകദേശം പർച്ചേസ് കാര്യങ്ങളൊക്കെ അവിടുന്ന് കഴിഞ്ഞിരുന്നു. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ 5ാമത്തെ ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. പോണ വഴിക്കാണ് കല്യാൺ 99 കണ്ടപ്പോൾ ഒന്ന് ജസ്റ്റ് കയറി ഒരു ചെറിയ ഷോപ്പിംഗ് ഒക്കെ നടത്തി. ഇനി നമ്മൾ നെക്സ്റ്റ് പോകുന്നത് ഷോപ്പാ സിറ്റി. അങ്ങനെ നമ്മളിതാ ഷോപ്പാ സിറ്റി ഞങ്ങൾ ട്രിപ്പിന് പോകുമ്പം ഷോപ്പിംഗ് എന്നുള്ളൊരു കാര്യമേ പ്ലാനിലില്ലായിരുന്നു. കാരണം ഞങ്ങൾക്ക് അറിയാം ഇങ്ങനെ ഷോപ്സ് കാര്യങ്ങളൊക്കെ ഉള്ളത് അറിയാം, പക്ഷെ ഷോപ്പിംഗ് എന്നുള്ള പ്ലാനിലില്ലായിരുന്നു. അപ്പം സൂവിലേക്ക് പോകുമ്പോഴാണ് കല്യാൺ 99 കണ്ടത്. അപ്പോൾ ഞാൻ കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് നല്ല ഓഫേഴ്സും കാര്യങ്ങളും ലോ ബഡ്ജറ്റിൽ നല്ല പ്രോഡക്റ്റ് കിട്ടുന്ന കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ പോകുമ്പോൾ ഇങ്ങനെ കണ്ടപ്പം വിചാരിച്ചു എന്തായാലും ഒന്ന് കയറി നോക്കാം തിരിച്ച് വരുമ്പോൾ. ഒന്ന് കയറി നോക്കിയ സംഭവം അടിപൊളിയായിരുന്നു, നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റൊക്കെ. അപ്പോൾ തൃശ്ശൂർക്കാർക്കൊക്കെ അതൊരു നല്ല ഓപ്ഷനാണ്. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് നേരെ വന്നത് ഷോപ്പാ സിറ്റിയിലേക്കാണ്. അപ്പോൾ ഷോപ്പാ സിറ്റി കയറിയപ്പം അതിലും വലുത് നമ്മൾ കോഴിക്കോടിനെ വെച്ച് നോക്കുമ്പം സംഭവം എല്ലാ ഷോപ്സും ഉണ്ട്, സെയിം ഷോപ്സ് കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ നല്ല സെയിലും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. ഞങ്ങൾ പോയ ടൈമിൻ്റെ പ്രത്യേകത ആണോ എന്താ അറിയില്ല, പക്ഷെ നല്ല സെയിലും കാര്യങ്ങളും ഉണ്ട്. പ്രോഡക്റ്റ് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ചെന്നെ ഇറങ്ങി വന്ന സ്റ്റുഡിയോൻ്റെ മുന്നിലേക്ക് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പിന്നെ നമ്മളൊന്ന് കയറി നോക്കണ്ടേ, നമ്മളവിടുത്തതും ഇവിടുത്തതും. എന്താ അല്ലേ തുറക്കൂ സീസേ. യാ നമ്മളവിടത്തേനെക്കാട്ടിയും കുറച്ചും കൂടി ബഡയാണ്. നോക്കട്ടെ എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന്. എനിക്കൊന്നും കിട്ടിയിട്ടില്ല, അപ്പോൾ എന്തെങ്കിലും കിട്ടുമോ നോക്കാം നമുക്ക്. സ്റ്റുഡിയോയിൽ കയറി ഏകദേശം കാര്യങ്ങളൊക്കെ നോക്കി സെറ്റാക്കി ട്രയലൊക്കെ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് എനിക്കുള്ളതൊക്കെ കേട്ടോ. അപ്പോൾ ചാനൽക്കാർക്കൊന്നും ട്രയലൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. മിക്ക ഷോപ്പിലും നല്ല സെയിലുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ എല്ലായിടത്തും ഒന്ന് കയറി നോക്കാം, എന്തെങ്കിലും ബെറ്റർ ആയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് എടുക്കാമല്ലോ എന്നുള്ളത്. അങ്ങനെ മിക്ക ഷോപ്പിലും കയറി നോക്കി. ബാഗിനായിക്കോട്ടെ, സ്കൈ ബാഗിനൊക്കെ നല്ല ഓഫേഴ്സ് ഉണ്ടായിരുന്നു. വലിയ മാളാണ്. ഷോപ്സ് കാര്യങ്ങൾ ബ്രാൻഡഡ് ഷോപ്സ് കാര്യങ്ങളൊക്കെ കുറവാണ്. നോർമൽ ഷോപ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേമാതിരി നമ്മൾ മിനിസോൻ്റെ മയത്ത് അതേമാതിരി നല്ല ക്യൂട്ടായിട്ടുള്ള സംഭവങ്ങളൊക്കെ കിട്ടുന്ന ഷോപ്പില്ലേ, അങ്ങനത്തെ ഷോപ്പുകളും ഉണ്ട്. പിന്നെ പ്രൈസ് ഇച്ചിരി കൂടുതലാണ് കേട്ടോ. ഞാനൊരു വ്ളോഗിലൊക്കെ കാണിച്ചിട്ടുണ്ടാവും നമ്മളെ ടൈം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഇത്ര വെള്ളം ലിറ്റർ കുടിക്കുന്ന ബോട്ടിൽ കാര്യങ്ങളൊക്കെ. അത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചത് 300 400 എന്തോ റേറ്റിലാണ്. പക്ഷെ അവിടെ ഉള്ളത് 1500 എന്തോ നല്ല റേറ്റിലാണ് സംഭവം ഉള്ളത്. പിന്നെ മാക്സിലായാലും നമ്മൾ ബ്രാൻഡഡ് സാധനങ്ങൾ നോക്കുമ്പം നമുക്ക് അത്യാവശ്യം അഫോർഡബിൾ റേറ്റിൽ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഓഫർ കഴിഞ്ഞിട്ടായാലും നല്ല അഫോർഡബിൾ ഉണ്ട്. നമ്മളിവിടെ വെച്ച് നോക്കുമ്പം അന്നത്തെ ഇനി പ്രത്യേകത ആണോ എന്താണെന്നറിയില്ല, പക്ഷേ അഫോർഡബിൾ റേറ്റിൽ സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഒക്കെ ഒന്ന് സെറ്റാക്കി വെച്ചതിൻ്റെ ശേഷം ഒന്ന് ഫുഡ് കഴിക്കാൻ പോയി, കാരണം വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം പിന്നെ ചിക്കിങ്ങിൽ കയറി ഫുഡ് കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തു. അത് അതേമാതിരി എന്തോ പ്രത്യേകത ഉള്ളൊരു ദിവസേന്. അപ്പോൾ അവിടെ ഒരു കോംബോ ഓഫർ ഉണ്ടായിരുന്നു, അതും എന്തോ ഇതിൽ കിട്ടി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ നേരെ സ്റ്റുഡിയോയിലേക്ക് വന്നു. നമ്മൾ നോക്കി വെച്ച സാധനങ്ങളൊക്കെ എടുക്കട്ടെ. അങ്ങനെ അവിടുന്ന് കുറച്ച് ചെറിയ പർച്ചേസ് കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. ഒരു 8:30 9 മണി ആയപ്പോഴാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. 99
നൈറ്റിലായതുകൊണ്ട് വലിയ ബ്ലോക്ക് കാര്യങ്ങളൊന്നുമില്ല, റോഡൊക്കെ സ്മൂത്ത് ചെയ്യുന്നു. അപ്പോൾ പിന്നെ ഇങ്ങനെ ഓരോ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ വാങ്ങിച്ച കുറച്ച് ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, സ്നാക്സ് ഐറ്റംസൊക്കെ, ബിസ്ക്കറ്റ് അങ്ങനത്തെ അതൊക്കെ കഴിച്ച് ഇങ്ങനെ പോകുന്നു. അങ്ങനെ നമ്മളിതാ ഏകദേശം ഇവിടെ എത്താനായിട്ടുണ്ട്, നാട്ടിലെത്താനായിട്ടുണ്ട്. ട്രിപ്പ് അടിപൊളി ട്രിപ്പായിരുന്നു. അപ്പോൾ ഇതിൻ്റെ എല്ലാ വീഡിയോസും ഞാൻ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി